ഭയങ്കര ഓവറാണ്. ക്രഞ്ച് ഒലിപ്പിച്ചിട്ടൊക്കെയാണെങ്കിൽ അങ്ങ് തള്ളയാണ്. കണ്ടോണ്ടിരിക്കാൻ പറ്റൂലെന്ന്, കരയാനും വയ്യ ചിരിക്കാനും പറ്റാത്ത അവസ്ഥയൊന്നും പറ്റൂല, സഹിച്ചിരിക്കാൻ പറ്റൂല. 2.5 മണിക്കൂർ എ സിയിൽ ഉറങ്ങണമെങ്കിൽ ഇതിനെടുത്ത സെറ്റായിരിക്കും. ആസ് എ പെർഫോമർ ഷൈൻ എപ്പോഴും ഭയങ്കര കിടിലൻ വ്യക്തിയാണ്, നല്ലൊരു പെർഫോമറാണ് ശരിക്കും. ഷൈനിൻ്റെ ആയിക്കോട്ടെ പലയിടത്തും ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് ഷൈൻ്റെ ഒരു നാച്ചുറൽ സാധനമൊന്നും വന്നിട്ടൊന്നുമില്ല. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കഴിവുള്ളൊരു നടനാണ്. ആക്ടിംഗ് ഒക്കെ ഓക്കെയാണ്. ഡബിങ്ങിൻ്റെ ചെറിയൊരു വിഷയമേ ഉള്ളൂ, അല്ല പടം കുഴപ്പമില്ല. നമുക്ക് കണ്ടോണ്ടിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം, സൂപ്പർ പടം കൊള്ളാം. നല്ല പടം, നല്ലൊരു ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ കഥ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ്. പക്ഷെ നല്ലൊരു പടം. നല്ല പടം കൊള്ളാം. കൊള്ളാം, പടം സൂപ്പറായിരുന്നു. കൊള്ളാം ബ്രോ, പടം കൊള്ളായിരുന്നു. നല്ല മൂവി, കണ്ടുകൊണ്ടിരിക്കാം. നല്ല അഭിനയം, നല്ല എല്ലാം ഉണ്ട്. നല്ല കണ്ടിരിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് തമിഴ് അത്ര സിങ്കൊന്നും ആയിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ആക്ടിങ് വൈസ് ഒരിക്കലും ഷെയ്ൻ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഷെയ്ൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ആസ് എ പെർഫോമർ ഷെയ്ൻ എപ്പോഴും ഭയങ്കര കിടിലൻ വ്യക്തിയാണ്, നല്ലൊരു പെർഫോമറാണ് ശരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തും വേറെ ലൈക്ക് പെർഫോമൻസിൻ്റെ കാര്യമൊന്നും പറയാനില്ല. പിന്നെ കഥയുടെ കുറച്ച് പോരായ്മ ഉണ്ടെന്നുള്ളത് ലൈക്ക് അതല്ലാതെ ആക്ടിങ്ങിനെ കുറിച്ച് ഷെയ്നൊന്നും നെഗറ്റീവ് പറയാനില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് വലിച്ചു കിട്ടിയാണെങ്കിൽ തോന്നി, അത്രേ ഉള്ളൂ. പടം കുഴപ്പമില്ല. രണ്ട് ഗ്രൂപ്പ് അവർ തമ്മിലുള്ള റൈവലറി ഇഷ്യൂസാണ് പടത്തിൽ പറയുന്നത്. ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, അപ്പോൾ രണ്ട് ഗ്രൂപ്പിൻ്റെ അവരുടെ ഇടയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ പറയുന്നത്. ഏറ്റവും നല്ല പെർഫോമൻസ് കലയരസനാണ്. ഷൈനിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്നൊരു പടമാണ്, കുഴപ്പമില്ല. കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. മലയാളത്തിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. നമ്മളെ മലയാളം നടൻ തമിഴിൽ ഇപ്പോൾ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സിനിമയിൽ പുള്ളിയുടെ തമിഴ് പറയുന്നത് ഡബ്ബ് ചെയ്തത് അത്ര കറക്റ്റായിട്ട് വന്നില്ല. കാര്യം വെച്ചാൽ ആ ഒരു തമിഴിൻ്റെ മോഡുലേഷൻ കറക്റ്റായിട്ട് വന്നിട്ടില്ല. ആ ഒരു ലാഗ് സംഭവമുണ്ട്. കാര്യം പറയുന്ന ഡയലോഗ് കുറച്ച് ലാഗായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് കണ്ടോണ്ടിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. നോക്കുമ്പോഴത്തേക്ക് ഡബിങ്ങിന് മാത്രം ചെറിയൊരു പോരായ്മ ഉണ്ടെന്നേ ഉള്ളൂ. അത് വെച്ചപ്പോൾ പടമൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. ഷെയ്ൻ്റെ ഫസ്റ്റ് പടമാണ്, പക്ഷേ അതിന് മാത്രം അത്രയ്ക്കുള്ള ഇത് ഇല്ല. എന്നാലും തമിഴ് പടം വെച്ച് നോക്കുമ്പോഴത്തേക്കും പടം ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഷെയ്ൻ്റെ ഡബിങ് മാത്രം ചെറിയൊരു ഇതന്നേ ഉള്ളൂ. ഫസ്റ്റ് തമിഴ് അരങ്ങേറ്റം ആയതുകൊണ്ട് ആ ഒരു വിഷയം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആക്ഷനൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആക്ടിംഗ് ഒക്കെ ഓക്കെയാണ്. ഡബിങ്ങിൻ്റെ ചെറിയൊരു വിഷയമേ ഉള്ളൂ, അല്ല പടം കുഴപ്പമില്ല. കൊള്ളാം, അഭിനയം കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ, ഒന്നും പറയില്ല. ആവറേജ് ബ്രോ, ആവറേജ്. ഒരു പ്രാവശ്യം കണ്ടിരിക്കാം. കുഴപ്പമില്ല ബ്രോ. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു സിനിമ. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് എല്ലാം നമുക്ക് മനസ്സിലാവും, പ്രഡിക്റ്റബിൾ ആണ് സംഭവം. ഒരു ആവറേജ് ബ്രോ, അത്രയേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ഇതാക്കായിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയ അതേ രീതിയിൽ തന്നെ സിനിമ ആക്കായിരുന്നു. ഷെയ്നിൻ്റെ പെർഫോമൻസ് പക്ക. ഡാൻസും ഒരു കവർ സോങ് ഉണ്ട്, അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഭയങ്കര ഓവറാണ്. ക്രഞ്ച് ഒലിപ്പിച്ചിട്ടൊക്കെയാണെങ്കിൽ അങ്ങ് തള്ളയാണ്. കണ്ടോണ്ടിരിക്കാൻ പറ്റൂലെന്ന്, കരയാനും വയ്യ ചിരിക്കാനും പറ്റാത്ത അവസ്ഥയൊന്നും പറ്റൂല, സഹിച്ചിരിക്കാൻ പറ്റൂല. 2.5 മണിക്കൂർ എ സിയിൽ ഉറങ്ങണമെങ്കിൽ ഇതിനെടുത്ത സെറ്റായിരിക്കും. പടം പേഴ്സണലി ഒരു ഇതില്ല, എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത ഒരു സാധനമാണ്. ഒരു ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിങ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ പഞ്ചൊക്കെ കൊള്ളായിരുന്നു, എന്തൊക്കെയുണ്ടെന്ന് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു അവിയൽ പരുവാക്കി. കുറേ തമിഴ് സിനിമയുടെ സ്ഥിരം ചേരുവകളിട്ട്. പിന്നെ അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലയിടത്തും ഷൈനിൻ്റെ ആയിക്കോട്ടെ പലയിടത്തും ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് ഷൈൻ്റെ ഒരു നാച്ചുറൽ സാധനമൊന്നും വന്നിട്ടൊന്നുമില്ല. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കഴിവുള്ളൊരു നടനാണ്, നല്ല കഴിവ് തെളിയിച്ച നടനാണ്. പക്ഷേ പല സ്ഥലത്തും എക്സ്പെഷ്യലി സെൻറ്റിമെൻറ്റ്സ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വളരെ ഓവറായിട്ടാണ് തോന്നിയത്. പിന്നെ ഒരു അവിയൽ പരുവം ആക്കി. പേഴ്സണലി ഞാൻ 101% സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് ഹാഫ് കിടലുമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴേക്കും ഫസ്റ്റ് ഹാഫിൽ നിർത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു.